ചെറിയൊരു പുഞ്ചിരി വന്നിട്ടുണ്ട്. രണ്ടും പേയാണ് കളർ. പക്ഷെ ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പൊക്ക് ഇതാ പാണാറ് പാലത്തിൽ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോ പോണേ. അമ്മ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. പുറത്ത് ആരെയോ കണ്ട പോലെ അമ്മ നോക്കണേ. ഇതിന് എന്തുകൊണ്ടാ മുറിഞ്ഞപുഴ എന്നുള്ള പേര് വന്നേ? ഞങ്ങള് കുറച്ച് പടമൊക്കെ പകർത്തി നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മ ജനിച്ചിട്ടില്ല. വനിതകളല്ലേ മുന്നിൽ ഏതിനും മുന്നിലേക്ക് വരട്ടെ. അപ്പച്ചന്റെ അപ്പന്റെ ആയിട്ട് ഭാഗവഴി കിട്ടിയ സ്ഥലം. കുറെ ലേഡീസ് വള്ളം തൊഴിഞ്ഞു പോണം. മുറിഞ്ഞപുഴയ്ക്ക് എന്താ മുറിഞ്ഞപുഴ എന്ന് പേര് വന്നേ? നീ അമ്മ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടോ. അതെന്നാ അങ്ങനെ പറയണേ? ഇനി നമ്മൾ എങ്ങോട്ടാണ്? നമ്മുടെ തറവാട്ടിലേക്ക്. ഭക്ഷണമൊക്കെ കഴിച്ച് ക്ഷീണിച്ചെന്ന് തോന്നുന്നല്ലേ? അവനെ കാണുന്നില്ലല്ലോ. ഞാൻ ഇതൊക്കെ നോക്കുവാ. അപ്പ അവിടെ റെഡി ആവുകയാണ്. കൊടയൊക്കെ എടുത്തല്ലോ. ഒരു പൊട്ട് കുത്തിക്കോട്ടോ. അമ്മ പൊട്ട് കുത്തണതാ ഭംഗി. മഴയോ? അതിന് കാറയിലല്ലേ പോടെ. അപ്പ ഇറങ്ങി. അപ്പ മുടിയൊക്കെ വെട്ടി സുന്ദരനായി. ചെറിയൊരു പുഞ്ചിരി വന്നിട്ടുണ്ട്. മാച്ചിങ് മുണ്ടൊക്കെ ആണല്ലോ. കറക്റ്റ് കളറാ ഇതിന്. കറക്റ്റ് കളറാ. അമ്മ എന്റെ പേഴ്സൊക്കെ അടിച്ചു മാറ്റിയില്ലേ? ലെവി. അമ്മക്ക് ലെവി കണ്ടപ്പോ ഒരു ആഗ്രഹം. അതൊന്നല്ല, പുതിയ പേഴ്സും ബാഗും ഒക്കെ അമ്മയ്ക്ക് എനിക്കറിയാതെ. ഡ്രസ്സിലും വീക്ക്നെസ് ആണ് എനിക്ക്. പേഴ്സും ബാഗും അത് രണ്ടും എന്റെ വീക്ക്നെസ്. കൊടയും പുതിയതാട്ടോ. നമ്മള് ഷോപ്പിംഗ് വീഡിയോയിൽ കണ്ട കൊടയാണ്. അപ്പൊ എന്നോട് പറയും അപ്പക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വേണം. ഞാൻ പറഞ്ഞു ഒരു ദിവസം ബ്രോഡ്വേ പോവാന്ന് പറഞ്ഞു. കളറ് പച്ചയോ നീലയോ ഇതോ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓപ്പേ രണ്ടും പേയാണ് കളറ്. നല്ലതാന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പക്ക് ഇതാണ് വേണ്ടത് തോന്നുന്നു. ഞാൻ തരില്ല, പക്ഷെ ഉപയോഗിക്കാൻ എടുത്തോളൂ. പക്ഷെ എനിക്ക് ഈ കളർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പോവാ. ഉടഞ്ഞ സാരി അടി. പക്ഷെ ഉടുത്തതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഉടുക്കണം. ഞാൻ ഭംഗിയിലെ ഉടുക്കുള്ളൂ. എത്ര കൊല്ലായി സാരി. പോവാ. അപ്പയ്ക്കൊരു ചെറു പുഞ്ചിരി ഉണ്ട്. അമ്മയ്ക്ക് ആ ഡോട്ടുള്ള 1000-ന്റെ വെള്ളോമിറ്റ് എടുത്തിട്ടുണ്ടല്ലോ. ദീർഘദൂര യാത്രയ്ക്കല്ല. എനിക്ക് ചുമ്മാ ഇടയ്ക്ക് ചിലപ്പോ വായിക്കൊരു ഒരുമിച്ചിട്ട് കുടിക്കാലോ എന്ന് പറഞ്ഞു. അതല്ലേ ഇച്ചിരി വെക്കണം. നല്ലതാ. ഒരു കവിള് വെള്ളം കുടിക്കാം. അതെ അതെ അതെ. പെട്ടെന്ന് നല്ല തലകർക്കമൊക്കെ വരുമ്പോ. കുഞ്ഞിതാ വെച്ചേക്കണേ. കുഞ്ഞുപ്പില. അങ്ങനെ ഞങ്ങള് യാത്ര പുറപ്പെട്ടു കേട്ടോ. ഇപ്പൊ നല്ല വെയിലാട്ടോ കാണുന്നേ. നമുക്ക് അനുകൂലമായ കാലാവസ്ഥ ഇപ്പൊ കിട്ടണുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ചെല്ലുമ്പോ ഇങ്ങനെ കിട്ടിയാ മതി. അതെ, എന്തായാലും നല്ല ലൈറ്റ് ഉണ്ട്. ഇരുളിമയൊന്നുമില്ല. അതാണ് ആവശ്യം. പാണാറ് പാലത്തിൽ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോ പോണേ. മഴക്കാറൊക്കെ ഉണ്ട്. കൊറേ നല്ല നല്ല മരങ്ങൾ ഉണ്ടാവും ഇവിടെ. അതാണ് ഇവിടത്തെ പ്രത്യേകതകൾ. അപ്പയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അമ്മ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. പുറത്ത് ആരെയോ കണ്ട പോലെ അമ്മ നോക്കണേ. നല്ല മഴക്കാറുണ്ട്, പക്ഷെ വെയിലും ഉണ്ട്. കുറുക്കന്റെ കല്യാണം. മിൽമാഷോ. എല്ലാ വീടുകൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാണ്. ഈ റൂട്ടിൽ എപ്പോഴും പോണതല്ലേ. പണ്ട് നിന്നെ ഡ്രൈവ് പഠിപ്പിച്ച ഇടയ്ക്ക് സൺഡേ നമ്മളിതില് നിന്റെ ഡ്രൈവ് ചെയ്യാൻ കൊണ്ടുപോണ റൂട്ടാണ്. നമ്മുടെ അവിടെ മുളന്തുരുത്തി, കാഞ്ഞിരമറ്റം, തലയോലപ്പുറം. അന്ന് നമുക്ക് ചാനലില്ല. അത് എത്ര വർഷം മുമ്പാ? 8-9 വർഷം മുമ്പ്. അന്നേരം ഞാൻ ഓർക്കണേന്ന് വെച്ചാൽ ഒരു തലയോലപ്പുറം ഒരു പോയിന്റ് ഉണ്ട്. അവിടെ വരുമ്പോ അപ്പ അവിടെ നിന്ന് തിരിച്ചോളാൻ പറയും ഇങ്ങോട്ട്. എന്നിട്ട് തിരിച്ച് നമ്മള് നേരെ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഈ ഏരിയ ഒക്കെ നല്ല ഫെമിലിയറാണ്. മരം കണ്ടോ? നല്ല രസം. കൊട പിടിത്തിയ പോലെ അല്ലേ?
പണ്ട് ഞാനൊക്കെ ഇവിടെ കൊറേ നിന്നിട്ടുള്ളതാ പഠിച്ചോണ്ടിരുന്നപ്പോഴേ. മരത്തിന്റെ ചോട്ടിലൊക്കെ എപ്പോഴും ചില്ല് ചെയ്തിരിക്കുവായിരുന്നു. സൺറൈസ് ഒപ്റ്റിക്കൽസ് പുതിയൊരു കട. നിങ്ങള് വരുമ്പോ ഇവിടെ ഒരു കാഞ്ഞിരമറ്റം ജ്യൂസ് കുടിക്കുന്ന ഒരു പൂരം അത് സ്റ്റേഷനറി അല്ലേ? സ്റ്റേഷനറിയാണ്. മില്ലിങ്കൽ ജംഗ്ഷൻ. ഇത് മില്ലിങ്കലാന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ബിസ്മി മട്ടൺ സ്റ്റാള് അവിടെ. ബിജാച്ചൻ അതാ സ്ഥിരം പറയണ. ഇങ്ങോട്ട് മാറ്റിയൊക്കെ നമുക്ക് നേരെ പോകാം. എന്തായാലും പോയി നോക്കാം. നമ്മുടെ ഫേമസ് ഇന്ത്യൻ കോഫി ഹൗസ്. തിരിച്ചു വരുമ്പോ ഇതാവുകയാണെങ്കിൽ നമുക്ക് കൂടെ കയറാം. എത്ര കയറിയാലും മടുക്കാത്ത ഒരു റെസ്റ്റോറന്റ് ആണ് ഇന്ത്യൻ കോഫി ഹൗസ്. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടം എനിക്ക് ഇന്ത്യൻ കോഫി കയറുന്നത്. അത് ഏത് ഇന്ത്യൻ കോഫി ആണെങ്കിലും എനിക്ക് അവിടെ കയറാൻ ഭയങ്കര ഇഷ്ടം. ഈ ബണ്ടിന്റെ പേരെന്നാ? ഈ വെള്ളം കയറാതിരിക്കാൻ. ഈ പുഴയുടെ പേരെന്നാ? ബണ്ടിന്റെ പണി നടക്കണ എല്ലാ വർഷവും ഇവിടെ വള്ളം കടത്താനുള്ള സംവിധാനങ്ങളും ഉണ്ട്. പർട്ടിക്കുലർ സമയത്ത് വള്ളം കടത്തും. ഏറ്റം ഇറക്കം. പിന്നെ എല്ലാ വർഷവും ഈ ഡിസംബർ 30-ാം തീയതിക്കകയില്ലേ താൽക്കാലിക ബണ്ടിടും. അല്ലെങ്കിൽ ഒരു കയറുന്ന റോട്ടില്ലേ പാടത്തൊക്കെ. അങ്ങനെ ശ്രീനാരായണ ലോ കോളേജ് പണ്ട് ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് കണ്ടിട്ടില്ലല്ലോ. ഔട്ട്ലെറ്റ് ഇല്ലായിരുന്നു. അതാണ്. അത് ശരി. ഇത് മെയിൻ എൻട്രൻസ് ആയി. ഇത് മെയിൻ ആയി. അവിടെ BEd കോളേജും ഇല്ലേ, BBA ഒക്കെ ഉണ്ട്. ഞാൻ നമ്മുടെ അപ്പു പഠിച്ചത് അവിടത്തെ തോമസിറ്റി കൊച്ചേട്ടന്റെ അപ്പു ഇവിടെ BBA പഠിച്ചത്. ആണോ? നല്ല BCA. ഓ എന്ത് രസാ. കൊട വിരിച്ച മരം കണ്ടോ? എന്ത് രസാ കാണാനായിട്ട്. 2 വസ്തുണ്ട്. അതാ ഇത്ര ഭംഗിയതിന്. വെറുതെ അല്ല. ഇത് എത്ര വർഷം പഴക്കം കാണും? അപ്പൊ ഇത് ചെമ്പല്ല. അമ്മ കൺഫ്യൂഷൻ ആക്കി. അതല്ല, ആ മരത്തിന് ഉദ്ദേശം എത്ര പഴക്കം കാണും? വർഷങ്ങളുണ്ടാവും. വടവൃക്ഷം. ഈ ഇത് കായലല്ലേ? ഇത് ഏത് കായലാ പോലും? നല്ല പ്രകൃതി സൗന്ദര്യം ഒരുപാടുള്ള ഒരു സ്ഥലം. എല്ലാം അതുപോലെ മരങ്ങളാണ്. എടി കൊച്ചേ, ഇവിടെ ആടി ഈ പാലം ഇറങ്ങി വരുമ്പോഴെങ്ങാണ്ടാണ് നമ്മുടെ സലിയുടെ കട. ആണോ? എവിടെയാന്നറിയില്ല. സുനിൽ എന്നോട് പറഞ്ഞ പൂത്തോട്ട് പാലം അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ചേച്ചി. ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മഴയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ചുറ്റും നല്ല പച്ചപ്പ് കാണുന്നത്. ഇവിടെ ഒരു പാർക്ക് പോലെയായല്ലോ ഇപ്പൊ. അത് പഴയ പാലല്ലേ ഇപ്പൊ? മുറിഞ്ഞ പുഴ. ഇതിന് എന്തുകൊണ്ടാ മുറിഞ്ഞ പുഴ എന്നുള്ള പേര് വന്നേ? ഈ രണ്ട് ദ്വീപ് കണ്ടോ അവിടെ നടുക്ക് കണ്ടോ? കുറച്ചുകൂടെ നീങ്ങി നിർത്താം. പടം എടുക്കാൻ പാലത്തെ നിർത്താൻ പാടില്ലല്ലോ. ഒതുക്കി എവിടെയെങ്കിലും നിർത്തിയാൽ മതി. പടം കുറെ എടുക്കാം. പഴയ പാലത്തേൽ നിന്ന് നമുക്ക് പടം എടുക്കാം. ആ പാലത്തിൽ ഇച്ചിരി നീക്കി നിർത്തിയാൽ മതി. ഇപ്പൊ മിന്നൽ പോലെ വരും. അളവ് തിരിച്ചെല്ലാം മാറ്റി. ഇപ്പൊ ഇറങ്ങി വരൂല. കാരണം എന്ന് വെച്ചാൽ വണ്ടി ചീറിപ്പാഞ്ഞ് ഇതിൽ നടക്കണോണ്ടേ അരികിൽ വണ്ടി ഇട്ടേക്ക് ഏതിനെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവൂല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെങ്കിലും ഇവിടെ ഇറങ്ങി വെക്ക് കുറച്ച് പാലത്തിൽ നിന്നൊക്കെ പടം എടുക്കണമെന്ന് പറഞ്ഞു. മുറിഞ്ഞ പുഴ പാലം. അപ്പം ഞങ്ങൾ കുറച്ച് പടമൊക്കെ പകർത്തി നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇപ്പം ഏതായാലും കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പിടിച്ച് വേഗം പോരുമായിരുന്നു. പടം കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാറിൽ കയറി പോവാലോ. മുറിഞ്ഞപുഴ പാലത്തിന്റെ പഴയ പാലത്തിലേക്ക് ഞങ്ങൾ കടന്നു. നല്ല രസോട്ടോ ഇവിടെ. നല്ല ലൊക്കേഷനാണ്. മുറിഞ്ഞപുഴ ബ്രിഡ്ജ് ഓപ്പൺഡ് ബൈ ശ്രീ പട്ടം താണുപിള്ള, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള.
1962 ഞാൻ ജനിക്കുന്നതിന് മുമ്പ്. അമ്മ ജനിച്ചിട്ടില്ല. അത് കൊള്ളാം. ഇപ്പോഴും വണ്ടികൾ വന്നിട്ടുണ്ട് ഈ പാലത്തോടെ. ടൂ വീലേഴ്സ് വരുന്നുണ്ട്. നല്ല ലൊക്കേഷൻ. എവിടെ നിന്നൊരു പടം എടുക്കാം. ആണെന്ന് തോന്നുന്നു. വനിതകളാണല്ലോ. ഇപ്പൊ വനിതകളല്ലേ മുന്നിൽ. ഏതിനും മുന്നിലേക്ക് വരട്ടെ. വരണം. അത് മോട്ടറൈസ്ഡ് വള്ളം. മറ്റവര് അവര് തുടങ്ങിയത് എനിക്ക് തോന്നണതേ കുടുംബശ്രീ വനിതകളാന്ന് തോന്നുന്നു. സംശയം. എല്ലാം പിടിച്ചോ മൊത്തം. ഇവിടെ വന്നു കഴിയുമ്പോഴേ ഇങ്ങനെ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ പല ഇതായിട്ട് പുഴ ഇങ്ങനെ മുറിഞ്ഞതേ നടുക്ക് ദ്വീപ് പോലെ കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെ മുറിഞ്ഞു പോയത് കൊണ്ട് എന്തുവാണ് മുറിഞ്ഞ പുഴയെന്ന് പറയണേന്നാണ് ഐതിഹ്യം. ഇനി അപ്പയോട് കാറിൽ ചെന്നിട്ട് ചോദിക്കാം. എനിക്ക് കറക്റ്റ് അങ്ങനെ അറിയില്ല. ഞാനും അമ്മാച്ചനും അപ്പച്ചനും അമ്മച്ചിയും കൂടെ ചുങ്കത്തിൽ പണ്ട് നമ്മൾ പോയില്ലേ ചുങ്കത്തിൽ. അത് വീഡിയോ ഇല്ല, നമുക്ക് ചാനലില്ല. താമസിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളെ വല്യപ്പച്ചൻ ബൈക്കിന് ഇവിടെയൊക്കെ കൊണ്ടുവരുമായിരുന്നു കാണിക്കാൻ. ചെമ്പിൽ വരും. അത് ചെമ്പിൽ നിന്ന് തിരിഞ്ഞ് പോണ സ്ഥലമാണ് മറവന്തുരുത്ത് ചുങ്ക. അവിടെ അപ്പൻ്റെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പച്ചൻ്റെ അപ്പൻ്റെ ആയിട്ട് ഈ ഭാഗവഴി കിട്ടിയ സ്ഥലം. അപ്പം ആ സ്ഥലത്ത് ഞങ്ങൾ 3 വർഷം വീട് വെച്ച് താമസിച്ചു. എന്നിട്ട് അത് വിറ്റ് പോകുന്നു. അത് വിൽക്കാൻ വേണ്ടി ഒരു വീട് അവിടെ സ്ഥാപിച്ചപ്പോൾ അപ്പച്ചന് ഞങ്ങൾ അവിടെ പോയി താമസിച്ചു. അപ്പോൾ കുറേ മെമ്മറി ഉണ്ട് അവിടെ ചുങ്കത്തിൽ. അവിടെ പുഴയുടെ ഇതുപോലെ പുഴയുടെ തീരത്ത് കുളിക്കാൻ പോകണം. ഒരുപാട് മെമ്മറി ഉണ്ട് അവിടെ. അപ്പം അങ്ങനെ കണ്ടോ നല്ല സ്റ്റൈലല്ലേ. ആ വള്ളത്തിൽ അവർ പോയിട്ടുണ്ടോ? എനിക്ക് തോന്നണതേ എവിടെന്നോ സ്റ്റാർട്ട് ചെയ്ത് എവിടെന്നോ എൻഡ് ചെയ്യുവാണ് എനിക്ക് തോന്നണത്. സമയം അവിടെ എന്തൊക്കെയോ പണികളും നടക്കുന്നുണ്ട്. അത് എന്തോ ബിൽഡിങ്ങിന്റെ പണിയാന്ന് തോന്നണം അല്ലേ. അത് നമ്മൾ പോന്നപ്പോ കണ്ടില്ല, പോരുമ്പോ കാണാൻ പറ്റൂല. ആ ഏരിയ കൂടെ അല്ലായിരിക്കും നമ്മൾ വന്നത്. നീ അറിയില്ല. പുതിയ പാലത്തിക്കിടതേ അവിടെ വാഹനങ്ങൾ കുറെ നമ്മൾ അതിലേ വന്നതും അതിലെ തന്നെയാ പോണതും. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖമായി ഇവിടെ. ഇതിന്റെ എൻട്രൻസ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ ഇല്ലാത്തോണ്ട് അവിടെയൊക്കെ കാടാം. അത് പറഞ്ഞു തന്നെ അവിടെ വരുമ്പോ പറയണം. അപ്പേനെ ഇവിടുന്ന് പിടിച്ചോ. നടക്കണേ. അപ്പക്ക് ഈ വൃത്തികേടിയിട്ട് വരാൻ ഇഷ്ടമില്ല. ഇവിടെ വൃത്തികേട് ഇങ്ങനെയൊക്കെ കാടുമേടും. ഏത് കാടുമേടും? വണ്ടി അവിടെ കിടപ്പില്ല. അതാ പിന്നെ ഇല്ലേ അപ്പ കണ്ടില്ല ഒരു കുറെ ലേഡീസ് വള്ളം തൊഴിഞ്ഞു പോണം. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഏതാണ്ട് ഒരു ബിൽഡിങ് പണിയുണ്ടല്ലേ. ഇടിച്ചിട്ടുണ്ട് എന്നാന്നറിയില്ല. അത് മോട്ടറൈസ്ഡാണ്. അതിന്റെ പെട്ടി കണ്ടോ? പേടിയില്ല. അവിടെ ഹൗസ് ബോട്ടുകൾ പോലെ. ബോട്ടല്ലാട്ടോ, വഞ്ചിയില്. അതും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നണത് എടി കൊച്ചേ, എനിക്ക് തോന്നണതേ ഇതല്ലേ അവിടെ കണ്ടോ, അതേല് കടവ് കണ്ടോ നോക്ക. എനിക്ക് തോന്നണ പണ്ട് ബൈജു ഒക്കെ സ്കൂളിൽ നിന്ന് വന്നില്ലേ, സെലിനാൻറ്റി പറഞ്ഞില്ലേ ഒരു ദിവസം പോയി വീഡിയോ എടുക്കാൻ. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് സ്നാക്സ് ഉണ്ടോയെന്നറിയില്ല 1 ഡേ സ്പെൻഡ് ചെയ്യാൻ. നമുക്ക് അത്ര വലിയ ഹരല്ല. ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടെ ചൂണ്ടയിട്ട് അകത്ത് മീൻ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ മീൻ ഫ്രൈ ചെയ്തൊക്കെ. അത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നണത്. കാരണം ഈ വള്ളം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ ആയിരിക്കും. എനിക്ക് അറിയാൻ മേലാട്ടോ. ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മൾ ഗ്രാമപ്രദേശമായതുകൊണ്ട് ടൗണിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് ഇൻട്രസ്റ്റാണ്. ബൈജു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. വന്നപ്പോൾ ബൈജു പറഞ്ഞതാ. എന്നിട്ട് അവിടെ ഇവിടെ വന്ന് എന്നെ വിളിച്ചായിരുന്നു അവൻ. കുഞ്ഞച്ചിയുടെ പരിസരത്ത് വന്നിട്ടുണ്ട്. പക്ഷെ വരാൻ നിർത്തിയില്ല. സ്കൂൾ പിള്ളേരെയും കൊണ്ട് വന്നായിരുന്നു. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ കടവ് ഇങ്ങനെ ഇറങ്ങാൻ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് ഒരു പക്ഷേ ആയിരിക്കും. അറിയില്ല കേട്ടോ. അറിയാതെ നമ്മൾ അറിയാവുന്നവർ കമന്റ് ഇടുക. അല്ല, ഈ ഏരിയയിലുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു തന്നാൽ മതി അങ്ങനെയാണോ. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം. അവിടെ നിന്ന് പിടിച്ചു വാഹനം പോകണം. ഇവിടെ അങ്ങനെ കാഴ്ചകൾ അങ്ങോട്ടില്ല. നോക്കി അപ്പ എന്തിലും നിൽപ്പുണ്ട് മറ്റേ പാലത്തേൽ. അപ്പേനെ എന്നെ അമ്മേനെ ഒരു ഫ്രെയിമിലാക്കാം. അമ്മ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിന്ന്. ഇപ്പൊ ഒരു ഫ്രെയിമിലായി.
നടക്കണ പിടിച്ചു. അപ്പൊ ഗീവിങ് ഇൻസ്ട്രക്ഷൻസ് ഓൺ ഫോട്ടോഗ്രാഫി. വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ കൊറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാം. അത് എന്നാന്നറിയാമോ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ വന്നപ്പോ മാളൂരിൽ വന്നപ്പോ ഒരുപാട് വണ്ടികൾ അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങിയതാ. പാർക്കിങ്ങുള്ള അത് മിക്കവാറും മറ്റേ ഇതായിരിക്കും. കമന്റുകൾ ആരെങ്കിലും പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ ടൂറിസ്റ്റ് ഇതാണ് അവിടെയുള്ള ഇത് പോവാണ് നിൽക്കുക. അപ്പൊ എന്നാ വെള്ളത്തിട്ട് വണ്ടി അവിടെ നിട്ടേക്കണത് കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പാലത്തിൽ നിക്കണേ. മനസ്സിലായോ? മനസ്സിലായി. താഴെ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തേക്കണേ. പാലത്തിന്റെ അവിടെ വണ്ടി വെള്ളം വന്നു. പോകാനാ ഇതൊരു നല്ല സ്പോട്ടാട്ടോ. നല്ല ഗ്രീനറി. അതെ 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 അതെ. 1962 അമ്മ ജനിച്ചിട്ട് കൂടിയില്ലാന്ന്. അമ്മാച്ചനും ഇല്ല. അമ്മാച്ചൻ 63 ആണോ? ഞാൻ 65. ചരിത്രം സൃഷ്ടിക്കാൻ എത്തി 65. 63 ചരിത്രം സൃഷ്ടിച്ചു. രണ്ടാമത്തെ 65 അല്ലേ? അതെ. രണ്ടെണ്ണം കെട്ടക്കാം. മരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കൊമ്പുകളൊക്കെ ഇങ്ങനെ ഇതായതുകൊണ്ട് മുറിച്ചിടണമായിരിക്കും സൈഡിലൊക്കെ. മരങ്ങൾ ഇവിടെ നടക്കാൻ പോകാനൊക്കെ നല്ല രസമാണ്. ഇവിടെ നടക്കാൻ പോകാൻ പേടിക്കണ്ട വണ്ടികള്. അല്ലെങ്കിൽ ഇപ്പൊ എന്നാത്തിനാ പേടിക്കണേ? വണ്ടികള്. ആറാട്ട് കടവ് എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. ഓ അത് ശരി. ആറാട്ട് കടവിലേക്കൊരു യാത്ര. ആറാട്ട് കടവിലേക്കൊരു യാത്ര. ഈ പ്രായമായവർക്കും നടക്കാൻ പോണവർക്കും 2 വീലേഴ്സിനൊക്കെ ഇതിലേ പോകാൻ നല്ലതാണ്. വണ്ടികളുടെ തിരക്കില്ലല്ലോ. ആറാട്ട് കടവിലേക്കൊരു യാത്ര. ആറാട്ട് കടവിൽ നിന്നുള്ള ഫോട്ടോ. പണ്ടൊരു പാട്ടുണ്ട്, ആറാട്ട് കടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ. അത് ഈ കടവിനെ ഉദ്ദേശിച്ച് പാടിയതായിരിക്കാം. എനിക്ക് പാട്ട് ശരിക്കും അറിയില്ല, നേരിയൊരു ഓർമ്മയുള്ളൂ, കേട്ട ഓർമ്മ. പണ്ട് അപ്പ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന മൂളിപ്പാട്ട് കേൾക്കാറുണ്ട്, പാടാറുണ്ട്. അങ്ങനെയൊക്കെ അപ്പടി തന്നെ ചോദിക്കാം. അത് വണ്ടിയിലിരിക്കുമ്പോ ചോദിക്കാം നമുക്ക്. അതെ, 2 ലൈനൊന്നും പാടാൻ പറയാം. പക്ഷെ എനിക്കില്ലേ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ തീരത്തുള്ള താമസവും വെള്ളവും ഇടയ്ക്ക് വന്ന് കാണാനൊക്കെ നല്ലതാണ്. നല്ല രസമുണ്ട് കാണാൻ. പഴയ ട്രഡീഷണൽ ഹോമാ. അവരുടെ തന്നെ പുതിയ വീട് വെച്ചാൽ അവിടെ നിൽപ്പുണ്ട്. ഫുട്പാത്തിട്ട് കയറിക്കോട്ടോ. ഫുട്പാത്തിട്ട് കയറിക്കോ. വണ്ടികൾ ഇഷ്ടം പോലെ. മറ്റേടത്താകുമ്പോ പേടിക്കണ്ട അല്ലേ? അതെ. ഓ, ഈ പുതിയ പാലം നിർമ്മിച്ചത് 2011 ശരി. പഴയ പാലത്ത് സുഖമായിട്ട് നടക്കാം. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പൊ എന്നെ കയ്യൊക്കെ ചൂണ്ടി നിക്കണേ. അതെ, എന്തോരും വെള്ളം. ഇവിടെ നല്ല ലൈറ്റിങ്ങാ. നല്ല ലൈറ്റിംഗ് ആയിരുന്നു അവിടെ. അടിപൊളിയായിട്ടുണ്ട്. അതെ. അമ്മ ജനിക്കുന്നതിന് മുമ്പ് ആ പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞേക്കണേ. അന്നത്തെ ചീഫ് മിനിസ്റ്റർ. അപ്പേടാ പാട്ടെന്ന് പാടാൻ പറഞ്ഞു. ആ, ഇവിടെ അല്ലെങ്കിലും ലൈറ്റ് കുറവാ. ലൈറ്റ് കുറവായിട്ടല്ല,
സൂര്യൻ അങ്ങോട്ട് പോയത് കൊണ്ടാണ്. രാവിലെ ആണെങ്കിൽ ഇവിടെ നല്ല ടോർച്ചടിച്ച പോലെ കിഴക്കോട്ട് കുഴപ്പമില്ല. അവിടെ ആയതുകൊണ്ട് ആ ഹൗസ് ബോട്ട് നല്ല ഹൗസ് വള്ളം നല്ല രസമല്ലേ? അതിനൊക്കെ ഇത് വെച്ചിട്ടാ മോട്ടറൈസ്ഡ് ആവും. നല്ല മഴക്കാറ്. ദേ കറുത്ത മേഘം, ക്യാമറയിൽ ഫുൾ കറുത്ത മേഘ. അതെ, ദേ അത് കണ്ടോ, വനിതകൾ തുഴഞ്ഞിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു റൗണ്ട് പോവും, വീണ്ടും തിരിച്ചു വരും, വീണ്ടും ഒരു റൗണ്ട് പോവും, അങ്ങനെ തന്നെ. അത് കാണുമ്പോൾ തന്നെ വനിതകൾ എന്ന നിലയ്ക്ക് നമുക്ക് വളരെ അഭിമാനവും സന്തോഷമൊക്കെ തോന്നും കേട്ടോ. കാരണം നമ്മൾ കൂടുതലായിട്ടും അങ്ങനെ കണ്ടിട്ടുള്ളത് പുരുഷന്മാർ തുഴയുന്നതല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോഴൊക്കെ വനിതകൾ തുഴയുന്നുണ്ട്, എങ്കിലും അവരുടെ ആ ഒരു മോട്ടിവേഷൻ്റെ ആ ഒരു സ്പിരിറ്റും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ഞാൻ വളരെ ഹാപ്പി അത് കണ്ടപ്പോൾ. ചിലപ്പോൾ അതും ആയിരിക്കും കേട്ടോ. ആ, ഇവിടെ അല്ലേലും ഒരുപാട് മരങ്ങളുണ്ട്. ഓ, കറുത്ത മേഘം, കറുത്ത മേഘം. വീഡിയോയിൽ ഭയങ്കര കറുപ്പ് മേഘത്തിന്. അമ്മ കണ്ണാടിയൊക്കെ വെച്ച് എന്നതാണോ ഈ നോക്കണേ? സാധാരണ കണ്ണാടിക്ക് എടുത്ത് വെക്കുന്നത് എന്തെങ്കിലും സൂക്ഷ്മമായിട്ട് വായിക്കാനോ വീക്ഷിക്കാനോ ഒക്കെ ഉള്ളപ്പോഴാണ്. ഇത് അതുപോലെ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട് അവിടെ, അതാണ് അമ്മ നോക്കണേ. പക്ഷെ എന്താണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അത് സീക്രട്ടാ. ഇതേ പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഈ നെല്ലിമരത്തിൻ്റെ ശാഖയാണെന്ന് തോന്നുന്നു, അതുപോലെ ഇരിക്കുന്നല്ലേ. പക്ഷെ അത് നെല്ലല്ലാന്ന് തോന്നുന്നു. അതിന് തുമ്പത്തൊരു പിങ്ക് കളറൊക്കെ കണ്ടു. എന്തോ അതാണോ എന്നൊരു സംശയം, അറിയാവുന്നവർ പറയാട്ടോ. അമ്മ എന്നെ പെട്ടെന്ന് കണ്ണാടി എടുത്ത് വെച്ചേ. ഞങ്ങൾ പോരാൻ നേരത്താണ് ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഒരു വഴി അവിടെ കണ്ടത്. ചിലപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കടവായിരിക്കും, ആറാട്ട് കടവ് അല്ലേ. മുറിഞ്ഞപുഴയ്ക്ക് എന്താ മുറിഞ്ഞപുഴ എന്ന് പേര് വന്നേ? പുഴ മുറിഞ്ഞത് കൊണ്ടായിരിക്കണം. കാരണം അവിടെ കണ്ടില്ലേ, ഒരു പുഴ ഇങ്ങനെ ഒഴുകി വന്നിട്ട് അത് രണ്ടായിട്ട് മുറിഞ്ഞ് തിരിയുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു. കോമൺ സെൻസ് കൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ ഉള്ളവർക്ക് അറിയാമെങ്കിൽ കമന്റ് ഇടുക അല്ലേ. എനിക്ക് എപ്പോഴും ഒരു സ്ഥലത്ത് പോകുമ്പോ അവിടുത്തെ പ്രത്യേകതകളെ പറ്റി ഞാൻ കുറെ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ആ സ്ഥലം കൂടുതൽ ആസ്വദിക്കാൻ പറ്റും നമുക്ക്. അമ്മ അങ്ങനെ നോക്കാറുണ്ടോ? ജീവിതത്തിൽ നമ്മള് എവിടെ പോകുമ്പോഴും, പ്രത്യേകിച്ച് പിക്നിക്കോ അല്ലെങ്കിൽ സ്ഥലം കാണാനോ ഒക്കെ പോകുമ്പോ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡ്സുകളും വായിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഫോർ എക്സാമ്പിൾ ജെറുസലേം യാത്രയ്ക്ക് പോകുന്ന പലരും ഉണ്ട്. എത്ര പേര് നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പോകുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തും ചെന്ന് കഴിയുമ്പോൾ കേരള പാലസ്, ഓ ഭയങ്കരം. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും പോകുന്ന സ്ഥലത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ട് പോവുകയാണെങ്കിൽ അത് നമുക്ക് വളരെയേറെ ഇൻഫർമേറ്റീവ് ആവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കത് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നും. ജീസസ് ക്രൈസ്റ്റിനെ കുരിശിൽ തറച്ച സ്ഥലം, ആ സ്ഥലത്തിന്റെ പ്രത്യേകതകള്, ഗോകുൽഥ മല, അതുപോലെയുള്ള സംഗതികളെ പറ്റി മൊത്തമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ഒരുപാട് ബുക്സ് ഉണ്ട്. ആ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പോവുകയാണെങ്കിൽ ഗൂഗിൾ നോക്കിയാലും മതി, ആ സ്ഥലത്തെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ധാരണ കിട്ടുകയും ചെയ്യും. ആ സ്ഥലം നമുക്ക് വളരെ സുപരിചിതമായി തോന്നുകയും ചെയ്യും. അതൊരു ചെറിയ സ്ഥലമാണെങ്കിൽ കൂടി അത് എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഭയങ്കര നമുക്ക് അവിടെ ചെല്ലുമ്പോ ഈ സ്ഥലം കാണാൻ പോകുന്നവര് അങ്ങനെയാണ് പോകേണ്ടത്. നീ അമ്മ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടോ. അതെന്നാ അങ്ങനെ പറയണത്? അത് നമുക്ക് ആ സ്ഥലം ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നും. നമ്മൾ വായിച്ചു മറന്ന സ്ഥലം നേരിട്ട് കാണുന്ന ഒരു ഫീല് നല്ല രസമായിരിക്കും. ടൈറ്റാനിക്. ഞാൻ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും അങ്ങനെ കാണാൻ ശ്രമിക്കാറുണ്ട്.
അല്ല അങ്ങനെ വായിക്കാനും അറിയാനും ശ്രമിക്കാറുണ്ട്. അത് എനിക്കൊരു പുതിയ അനുഭവം തരാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. അത് വളരെ മനോഹരമായ ഒരു യാത്രാനുഭവം നൽകും നിങ്ങൾക്ക്. അതെ, എവിടെ പോയാലും ആ സ്ഥലത്തെ സംബന്ധിച്ചുള്ള അറിവുകൾ കളക്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ യാത്ര വളരെ ആസ്വാദ്യകരമായി. ഫോട്ടോ കിട്ടിയില്ല ഏതായാലും. സ്ലോ മോഷൻ വരെ എടുത്തു, റീൽസ് ആയിട്ട് ഇടാം നമുക്ക്. മരങ്ങൾ കുറെ പിടിച്ചു. ഇവിടെ നല്ല ഭംഗിയുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് മരങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങൾ ഇവിടെ ഇപ്പോഴും പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഒന്ന്, ആ പാലം 1962 ഇനാഗുറേറ്റ് ചെയ്ത പാലാണത്. അതിപ്പോഴും പ്രിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മരങ്ങൾ, ഒരുപാട് വലിയ വടവൃക്ഷങ്ങൾ, അതൊക്കെ പണ്ടത്തെ ആ കാലഘട്ടത്തെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മരങ്ങള് ആവശ്യമില്ലെങ്കിൽ വെട്ടരുതല്ലേ, എന്തിനാ മരങ്ങൾ വെറുതെ വെട്ടിക്കളെ. ഇപ്പോ ഹാനികരമായിട്ട് എന്തെങ്കിലും അപകടകരമായ സ്ഥലങ്ങളിൽ നിൽക്കുന്നതാണെങ്കിൽ വെട്ടാതെ നിവൃത്തിയില്ല. അല്ലാത്ത ആ സ്ഥലത്തുള്ള മരം ഒരിക്കലും വെട്ടരുത്. മരം ഒരു എയർ കണ്ടീഷനിങ് മെഷീനാണ്. മരം ഒരു വരം. മരമായാൽ ഇലയുണ്ടാവും, ഇലയുണ്ടായാൽ അത് വീഴും. എന്ന് വെച്ച് മരം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇനി നമ്മൾ എങ്ങോട്ടാണ്? നമ്മുടെ തറവാട്ടിലേക്ക്. തറവാടെന്ന് പറഞ്ഞപ്പോ അപ്പയൊന്ന് ചെട്ടി. നമ്മുടെ തറവാടായ ഇന്ത്യൻ കോഫി ഹൗസ്. അരിയൊന്നും ഇവിടെ ഇല്ല, നമ്മുടെ സ്വാമി ഇല്ല. ഇതാണ് കോണോത്തുപുഴയുടെ. മേടിക്കണോ? ചെത്തി കൊണ്ടുപോയാൽ ഇന്ന് അല്ല, ഈ ആഴ്ച അതിനുള്ള പ്ലാനിങ് ഇല്ല. നാളെ വേറെയൊക്കെ പ്ലാനിങ് ഉണ്ട്. മേടിക്കാൻ വരുമ്പോ ആരും വരാവേ. മപ്പാസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാല് വൈകുന്നേരം എടുക്കും. വേണമെങ്കിൽ പൊറോട്ടയും മേടിക്കാം. ഞാനും വരാട്ടോ മേടിക്കാൻ വരുമ്പോ. നിന്നെ കൊണ്ടുപോയേ മേടിക്കോളൂ, പോരെ, ഞാൻ ഏറ്റു. അല്ലാതെ അവിടെ നിന്ന് പോവൂല, കരിമീൻ അവിടെ വരൂല. തറവാട് എത്താറായോ? ഇവിടെ ഒരു വളവുണ്ട്, അത് കഴിഞ്ഞപ്പോ അതൊക്കെ അങ്ങ് പോണം. പിന്നെ വഴിയോര റെസ്റ്റോറന്റ്. ഇനി സുനിലിനോട് ചോദിച്ചു വെക്കണം, മുറിഞ്ഞപുഴപ്പാലം കഴിയുമ്പോഴാണോ മസാലയുടെ ഇരുന്ന്. ഭയങ്കര ട്രാഫിക്കാണ് ഇതില്. കാരണം ഇത് കോട്ടയത്ത് നിന്ന് വരുന്ന വണ്ടികൾ എറണാകുളം. നടക്കാൻ പോയിച്ചു വന്നപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞ കോട്ടയം എറണാകുളം വണ്ടികളൊക്കെ ഈ വഴിയല്ലേ. 8 കിലോമീറ്റർ ഏതാണ്ട് കുറവുണ്ടെന്ന് തോന്നുന്നു എറണാകുളം കോട്ടയത്തിന് പോയാല്. അപ്പൊ കോട്ടയത്ത് നിന്ന് വരുന്ന പലരും അവിടെ നിന്ന് നേരെ തലവലപ്പറമ്പ് കയറി. കാരണം വൈക്കത്തേക്ക് അങ്ങ് പോവില്ല. തലവലപ്പറമ്പ് ടച്ച് ചെയ്തിട്ട് നേരെ ഈ കാഞ്ഞനമറ്റം മില്ലിങ്കൽ കൂടി മുളന്തുരുത്തി വഴി മറ്റേ എയർപോർട്ടിൽ പോകേണ്ടവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങനെയാ വരുന്നത്. തറവാട് എത്തിപ്പോയി. അപ്പുറത്താ അതെ ആ പാർക്കിംഗ്. ആ ചുമന്ന അമ്മ എന്നെ ഇന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്യണേ ആലോചിച്ചു. അപ്പൊ നെയ് റോസ്റ്റ് കഴിക്കാൻ നോക്കാം. അപ്പൊ അതായിരിക്കും. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞേ മട്ടൺ കട്ട്ലറ്റ് ഇന്ത്യൻ കോഫിയിലെ ഫേമസ് ആണ്. ഇന്ന് അതുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ ഞാൻ അതാ മേടിക്കാൻ പോണേ. ഇവിടുത്തെ 4 ഫേമസ് കാര്യങ്ങളാ. ഗരുഡൻ തൂക്കം, പള്ളി, മുസ്ലിം ചർച്ച്, ഇത് മുടിയേറ്റ്. കാഞ്ഞിരത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കലാരൂപമാണ്. കാഞ്ഞിരത്ത് മാത്രമല്ല ഇവിടെ നടത്തപ്പെടുന്ന. അമ്മ മെനു നോക്കുക. ലെമൺ ടീ ഉണ്ട്, ഒരു ലെമൺ ടീ കുടിക്കാം. ഞാൻ ഇവിടെ ചോദിക്കാം. അതെ, കോഫി വിത്ത്. അമ്മ എന്നാ പറഞ്ഞേക്കണേ? അപ്പയോ എനിക്കിതൊരു തീരുമാനമായിട്ടില്ല. ഞാൻ ബീഫ് ഓംലെറ്റാ പറഞ്ഞേ. അതുണ്ടോ നോക്കിയിട്ട് പറയാം. ഉണ്ടോ? ഇല്ല അല്ലേ?
പണ്ട് നീ ചോദിക്കൂലേ കോഴി കൂവോന്ന് ഫുഡ് കിട്ടുമ്പോ? ഫുഡ് പറഞ്ഞാൽ വേഗം വരണം, പിന്നെ നിൽക്കാൻ പറ്റൂല. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതെ. ഡിലേഡ് ആയിട്ട് വരുന്ന ഫുഡായിരിക്കും ഫ്രഷ്. ആ എൻ്റെ ഓംലെറ്റ് വന്നല്ലോ, ടൊമാറ്റോ ഓംലെറ്റ്. നിങ്ങൾ രണ്ടുപേരും ഇതാണോ പറഞ്ഞേ? അപ്പം മസാല. ഇത് നെയ് റോസ്റ്റ്, അത് മസാല. ദേ അപ്പ ഇച്ചിരി എടുത്തോ. ആ അപ്പ ഇച്ചിരി എടുത്തോ, വലുതാ. നല്ല സ്റ്റൈലായിരിക്കും. ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ട്. ആ ആദ്യം കഴിച്ചു നോക്കിയിട്ട് ഇടാന്ന് ഓർത്താ. അത്രയും ടൊമാറ്റോ ഉള്ളതുകൊണ്ടേ പുളിയുണ്ടാവും. ഞാനിത് ഒരു കൈ കൊണ്ട് മുറിക്കണോണ്ടാണ് കേട്ടോ എടുക്കാൻ പറ്റാത്തത്. അത് മറ്റേ കയ്യിൽ ഞാൻ ഫോൺ പിടിച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ രണ്ട് കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആ രണ്ട് കൈയും വേണം. ഫോൺ പിടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ഒരു കൈ കൊണ്ട് മുറിക്കണ കാരണം കുറച്ച് സമയം എടുത്തു മുറിക്കാനായിട്ട്. പക്ഷെ ഫോൺ പിടിച്ച് നിങ്ങളെ കാണിക്കണ്ടേ, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പം മസാലയാണോ? അമ്മ നെയ് റോസ്റ്റാ. ചട്നി എൻ്റെ ടൊമാറ്റോ ഓംലെറ്റ് മതി. ഞാൻ കഴിക്കാൻ പോവാണ്, അവരുണ്ടായിരുന്നു കഴിക്കുക. അമ്മ അപ്പോഴും പുറത്തേക്ക് നോക്കിയാ കഴിക്കണേ. അമ്മ വിജയനഗരയിലേക്ക് ഒരു കൈ കൊണ്ട് മുറിക്കാൻ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് രണ്ട് കൈ കൊണ്ടും, അതായത് ഫോൺ അവിടെ വെച്ചു, എന്നിട്ട് രണ്ട് കൈ കൊണ്ടും ഒരു കയ്യിൽ ഫോർക്കും ഒരു കയ്യിൽ സ്പൂണും പിടിച്ച് അത് മുറിച്ചതിന് ശേഷം പിന്നെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ലൈൻ സെപ്പറേറ്റ് ആണല്ലോ. നമ്മളെ ആവശ്യത്തിന് പിഴിയാനായിരിക്കും കൂടുതലായാലേ. അമ്മ കാപ്പിയൊന്നും പറഞ്ഞില്ലേ? പോവാ നമുക്ക്. ദേ അമ്മ ഇതൊക്കെ കണ്ടോ, ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസാ കാഞ്ഞിരമറ്റത്തെ. തൂക്കം സെന്റ് ഇഗ്നേഷ്യസ് പള്ളി, കാഞ്ഞിരമറ്റം മസ്ജിദ് അവരുടെ ഇവിടത്തെ സ്പെഷ്യാലിറ്റീസ് ആണ്. അതെ 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 അതെ. അപ്പൊ വേഗം പോയല്ലോ. പോയി മഴയ്ക്ക് മുമ്പ് വണ്ടി എടുക്കാൻ. നമുക്ക് മഴയ്ക്ക് മുമ്പ് ചെന്ന് കയറാവാൻ നല്ല. മഴ വന്നാൽ പിന്നെ അലമ്പാവും. അവിടെ കണ്ടത് ഇതേ ചെടിയാ കേട്ടോ, സെയിം ചെടിയാ. കിളികളൊക്കെ കൂടണയുമാണ്. അതെ. അങ്ങനെ നമ്മൾ തറവാട്ടിൽ നിന്നും തിരിക്കുകയാണ്. ഇറങ്ങി അല്ലേ? തറവാട്ടിലെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? അങ്ങനെ നമ്മള് തിരിച്ച് നല്ലൊരു ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുവാണ്. ഇല്ലാതെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നല്ല ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ, ഒരു ഈവനിങ് ഡേ ഔട്ട് അതായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഒരു റിഫ്രഷ്മെന്റ് ആയിട്ടുണ്ടാവും എന്ന് കരുതാണ്. കാരണം സ്ഥിരം നമ്മൾ കാണിക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ ഞങ്ങളുടെ കൂടെ പോയ ഒരു ഫീല് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അമ്മ അവിടെ ക്ഷീണിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ച് ക്ഷീണിച്ചെന്ന് തോന്നുന്നില്ലേ? അവനെ കാണുന്നില്ലല്ലോ. ഞാൻ ഇതൊക്കെ നോക്കുക. ഡെഫോഡിലിന്റെ വീട് നോക്കിയത് അവിടെ ചെടികളുണ്ടോന്ന്. ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം പക്ഷെ അവിടെ ഒന്നും ആന്തൂറിയില്ല. എന്റെ കണ്ണ് മുഴുവൻ അതിലാ. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ഓക്കെ, സീ യു.